من سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم: أدبوا أولادكم بثلاث خصال: بحب نبيكم وبحب آل نبيكم وبحب قراءة القرآن. أشرف الورى طه رسول الله. أنا النبي لا كذب أنا ابن عبد المطلب. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, ബഹുമാനപ്പെട്ട ഉസ്താദ്, മറ്റു മഹലിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ, നേതാക്കന്മാർ, യുവസുഹൃത്തുക്കളെ, പൊന്നോമന മക്കളെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ പണ്ടിക്കോട് മഹലിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന മൗലിദ് പരിപാടികൾ അതിഗംഭീരമായിരുന്നെന്നും വളരെ മനോഹരമായി അത് നടത്താൻ കഴിഞ്ഞുവെന്നും ഒക്കെയുള്ള മുൻ പ്രാസംഗികന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കേന്ദ്ര മഹല്ല് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പള്ളിയും ഇതിന്റെ പരിസരവാസികളും ഒരുമിച്ചുകൂടി വളരെ വിശാലമായ പ്രൗഢഗംഭീരമായ ഒരു നബിദിന റാലി സംഘടിപ്പിച്ചുകൊണ്ട് പുണ്യ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിയും പറഞ്ഞും പ്രദേശങ്ങളെല്ലാം, നാടുകളെല്ലാം, രാജ്യങ്ങളെല്ലാം പുണ്യപ്രവാചക സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ ഈ പ്രദേശത്തുകാർക്കും അതിനുള്ള തൗഫീഖ് അല്ലാഹു തന്നു എന്നതിന്റെ പേരിൽ അതിൽ ഭാഗവാക്കാകാൻ ഈ വിനീതനായ എനിക്കും കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അൽഫ മറ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ വലിയ ഒരു സദസ്സാണ് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം ഒരു ഭാഗത്ത്, പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ പറഞ്ഞ പലതിനെയും സ്നേഹിച്ചുകൊണ്ടാണ് ഈ മഹത്തായ വേദി ഒരുങ്ങിയിരിക്കുന്നത്. വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഇഖ്റാഇന്റെ പുണ്യ സന്ദേശം ഹിറാ ഗുഹയിൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായിട്ടുണ്ട് എങ്കിൽ ആ പുണ്യമായ ഖുർആൻ മനഃപ്പാഠമിട്ടതായ പൊന്നോമന മക്കളെ ഈ വേദിയിലേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് അവരായത്തിൽ പഠിച്ചപ്പോ, അവരത് പരിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയപ്പോ ഏതെങ്കിലും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമോ ഒതുക്കി വെക്കാൻ കഴിയുന്നതല്ല അവർക്ക് കൊടുക്കേണ്ട സമ്മാനങ്ങൾ. എങ്കിലും നമ്മൾ കൊടുത്തത് വലിയ ഒരു നിധി പോലെയുള്ള സമ്മാനമായി അവരത് സ്വീകരിച്ചിരിക്കുകയാണ്. അത് കൊടുക്കാൻ കഴിഞ്ഞ ഈ മഹല്ല് കമ്മിറ്റിക്കും അത് സ്വീകരിച്ച പൊന്നോമന മക്കൾക്കും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ വിപ്ലവം തീർത്ത നബി ഇവിടെ ഒരു എഞ്ചിനീയർ ആദരിച്ചിട്ടുണ്ട്.
ഒരു ഡോക്ടറെ ആദരിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ എഞ്ചിനീയർ പഠിക്കാൻ പറഞ്ഞു, ഡോക്ടറാകാൻ പറഞ്ഞു. എല്ലാത്തിലും മാതൃക പുണ്യ നബിയിലുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുണ്യ നബിയിൽ പുണ്യമായ നല്ലതായ ചര്യയും മാതൃകയും ഉണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ശിഫാ റളിയല്ലാഹു അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ യുദ്ധത്തിൽ മുറിവേറ്റ് കിടക്കുന്നതായ ആ ആളുകളെ, അനുയായി വൃന്ദങ്ങളെ, സ്വഹാബികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് നൈസായി പ്രവർത്തിച്ചു, ഡോക്ടറായി പ്രവർത്തിച്ചു എന്ന് ഹദീസിൽ കണ്ടെത്താൻ കഴിയുന്നുവെങ്കിൽ വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിച്ചതായ സഹോദരിമാർ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നെന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പരിധിയാൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകത്തിന്റെ മുമ്പിൽ വെച്ച ആശയങ്ങളും ആദർശങ്ങളും ധാർമ്മികമായ മൂല്യങ്ങളും എല്ലാം ഒന്നിനൊന്നായിട്ട് മാറ്റുകൂട്ടുന്നതായിരുന്നു. ആ പരിശുദ്ധ പ്രവാചകരെ സ്നേഹിക്കാനും പറയാനുമാണ് ലോകം തയ്യാറായത് എങ്കിൽ ആ ഹബീബിനെ അല്ലാഹു ആദരിച്ചത് കൊണ്ടാണ്, ആ ഹബീബിനെ അല്ലാഹു സ്നേഹിച്ചത് കൊണ്ടാണ്. ഹബീബിന്റെ വർത്തമാനങ്ങൾ ലോകം എത്ര മുന്നോട്ട് പോയാലും, ആധുനിക ശാസ്ത്രം എത്ര വികസിച്ചാലും, പരിശുദ്ധ പ്രവാചകന്റെ വചനങ്ങൾക്ക് അർത്ഥമുണ്ട്, അതിന് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് ഏറ്റവും കടമപ്പെട്ടിരിക്കുകയാണ്, ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുകയാണ്. മിൻ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളെക്കാൾ അവർക്ക് നബിയോടാണ് ഏറ്റവും കൂറുള്ളത്, ഏറ്റവും ആദരവുള്ളത്, ഏറ്റവും ബന്ധമുള്ളത്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഅസ്വാജുഹു ഉമ്മഹാതുഹും, പുണ്യ നബിയുടെ ഇണകൾ ആ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഹബീബിന്റെ മഹത്വം വാനോളം ഉയർത്തുകയാണ് വിശുദ്ധ ഖുർആൻ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ ആയത്ത് എത്രമാത്രം അർത്ഥവത്തായ ആയത്താണ്. നിങ്ങളുടെ ശരീരങ്ങളെക്കാൾ, മുഅ്മിനീങ്ങളുടെ ശരീരങ്ങളെക്കാൾ അല്ലാഹുവിന്റെ ഹബീബിനോടാണ് നിങ്ങൾ ഏറ്റവും കടമപ്പെട്ടിരിക്കുന്നത് എന്ന് വലിയ കടപ്പാടാണ് ആ നബിയോട് നമുക്കുള്ളത്. കേവലം നമുക്ക് ഇവിടെ സഹായങ്ങൾ ചെയ്തു തരുന്നവരുണ്ട്, നമുക്ക് പല രീതിയിലുള്ള റിലീഫുകളും ഫണ്ടുകളും എത്തിച്ചു തരുന്നവരുണ്ട്, പാവങ്ങളെ സഹായിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ ചികിത്സക്ക് സഹായങ്ങൾ നൽകുന്നവരുണ്ട്. പക്ഷേ അവരൊന്നും തന്നെ ഹബീബായ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം പോലെ അവരോട് നമ്മൾ അത്രമാത്രം കടമപ്പെട്ടവരല്ല. എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് ഈ ലോകത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന അറിവ്, ഈ ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകളിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ അറിവിന്റെ മേഖല വല്ലാത്തൊരു മേഖലയാണ്. ഹബീബ് നമ്മെ കാത്തത് കത്തിയാളുന്ന നരകക്കുണ്ടിനെ തൊട്ടാണ്. നമുക്ക് പ്രവേശനം കിട്ടേണ്ടത് സ്വർഗത്തിലേക്കാണ്. അതിനുള്ള വഴികൾ കാണിച്ചു തന്ന നബിയാണ്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹ് ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹുവിന്റെ റസൂലിനെ വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് യാ അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവരെ, ഇന്നാ അർസൽനാക ഷാഹിദാ, തീർച്ചയായിട്ടും നിങ്ങളെ നാം അയച്ചിരിക്കുന്നത് ഒരു സാക്ഷിയായിട്ടാണ് നബിയെ. ഈ ലോകത്തൊരു സാക്ഷിയാണ് നിങ്ങൾ. വിശുദ്ധമായ ഇസ്ലാമിക ദഅവത്ത് മുൻകഴിഞ്ഞ പ്രവാചകന്മാർ നടത്തിയിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബേ നിങ്ങൾ അവിടെ സാക്ഷ്യം വഹിക്കും, നിങ്ങളുടെ ഉമ്മത്ത് സാക്ഷ്യം വഹിക്കും. ആ സമുദായം അതിനെ നിഷേധിക്കുമ്പോ വെപ്രാളപ്പെടുന്ന പ്രവാചകന്മാർ കൂട്ടത്തിലുണ്ടാകും, പ്രയാസപ്പെടുന്ന പ്രവാചകന്മാരുണ്ടാകും. അവരുടെ മുമ്പിൽ നിങ്ങൾക്കുള്ള അഭിമാനത്തെ പിടിച്ചുയർത്തിക്കൊണ്ട് ഈ ഉമ്മത്ത് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറയും, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന്. അല്ലാഹുവിന്റെ റസൂൽ സാക്ഷിയാണ്. ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ, സ്വർഗത്തിലേക്കുള്ള സന്തോഷ വാർത്ത ലോകത്ത് അറിയിച്ച നബിയാണ്. സൽക്കർമ്മങ്ങളിൽ ജീവിക്കണം, ധർമ്മനിഷ്ഠ വേണം, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം, ചാരിത്ര ശുദ്ധി വേണം, മയക്കുമരുന്നിനോട് വിട പറയണം. മദ്യം നിന്റെ തലച്ചോറിനെ നശിപ്പിക്കുന്നതാണ്. യതീമുകളെ സഹായിക്കണം, അഗതികളോടും അനാഥകളോടും ആദരവ് പ്രകടിപ്പിക്കണം, ഗുരുനാഥരെ ബഹുമാനിക്കണേ. നിന്റെ മാതാവും പിതാവും അതാ സ്വർഗത്തിന്റെ മധ്യവാതിലാണെന്ന് പഠിപ്പിച്ചിരിക്കുകയാണ് പുണ്യ റസൂൽ
റസൂൽ ഉമ്മാന്റെ കാലടി പാഠത്തിലാണ് പരിശുദ്ധമായ സ്വർഗം കിടക്കുന്നതെന്ന് ലോകത്തിന്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുകയാണ്. ഇതെല്ലാം സത്യത്തിന്റെ വർത്തമാനങ്ങളാണ്. സ്ത്രീയെ കുഴിച്ചു മൂടിയ കാലമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഇന്നത്തെ വനിതകൾ എല്ലാ നിലക്കും സ്വാതന്ത്ര്യം അവർക്കുണ്ട് എങ്കിൽ സുബ്ഹാന റബ്ബി, ഒരു കാലഘട്ടത്തിൽ ഏതായിരുന്നു സ്ഥിതി എന്നറിയുമോ? ജനിച്ചു വീണത് പെൺകുട്ടിയാണെന്ന് അതിന്റെ ദുഃഖമാർത്താൽ താങ്ങാൻ കഴിയാതെ അഭിമാനം നഷ്ടപ്പെട്ടു പോയെന്ന് കണ്ടിരുന്ന കാട്ടറബികൾ അവരുടെ പൊന്നോമന മക്കളെ കുഴിയെടുത്തുകൊണ്ട് അത് അവർ മറമാടിയിരുന്നു എന്ന് ചരിത്രം വിശേഷിപ്പിക്കുമ്പോ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ, സ്ത്രീയുടെ അന്തസ്സിനെ, അഭിമാനത്തെ പിടിച്ചുയർത്തിക്കൊണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു, മൻകാന ലഹു സലാസു ബനാത് ഔ സലാസു അഖവാത് ഔ ബിൻതാനി ഔ ഉഖ്താൻ ഫഅഹ്സന സുഹബതഹുന്ന വത്തഖല്ലാഹ ഫീഹിന്ന അദ്ഖലഹു അല്ലാഹുൽ ജന്ന അഷ്റഫുൽ വറാ റസൂലുള്ളാഹി. അഭിമാനിക്കാനുതകുന്ന രീതിയിൽ സ്ത്രീയുടെ ബഹുമാനത്തെ, അന്തസ്സിനെ, അഭിമാനത്തെ പിടിച്ചുയർത്തിയ നബിയല്ലേ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലവർക്കോ ഒരു 3 പെൺമക്കൾ ഉണ്ടായി പോയി, അതല്ല 3 സഹോദരിമാരുണ്ടായി പോയി, അവരെ വളർത്താൻ, വിദ്യാഭ്യാസം കൊടുക്കാൻ, മാന്യത കൊടുക്കാൻ, ബഹുമാനിക്കാൻ, അവർക്ക് വേണ്ടുന്ന ചിട്ടകൾ അവർ പാലിപ്പിച്ചു കൊടുക്കാൻ, അതേപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസങ്ങളൊക്കെ നൽകാൻ കഴിഞ്ഞ രക്ഷിതാവേ നീ സുഹൃത്തനാണ്, കഴിഞ്ഞ പിതാവേ നീ സുഹൃത്തനാണ്, കഴിഞ്ഞ സഹോദര നീ സുഹൃത്തനാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ പുന്നാര റസൂൽ പറയുകയാ, അങ്ങനെ 3 പെൺമക്കളെയോ 3 സഹോദരിമാരെയോ പോറ്റി വളർത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന അധമങ്ങൾ കൊടുത്തിട്ട്, അവർക്ക് വേണ്ടുന്നതായ അറിവുകൾ കൊടുത്തിട്ട്, മര്യാദയും ചിട്ടയും പഠിപ്പിച്ചു കൊടുത്തിട്ട്, അവരെ വേണ്ടുന്നത് പോലെ അവരിലേക്ക് മര്യാദകൾ നൽകിക്കൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടന്നിട്ട് അവരോടുള്ള സഹവർത്തിത്വം വളരെ നല്ല രീതിയിലാക്കിയിട്ട് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് എന്റെ പെൺമക്കളുടെ കാര്യത്തിൽ അല്ലാഹ് നീ എന്നെ ചോദ്യം ചെയ്യുമല്ലോ, എന്റെ സഹോദരിമാരുടെ കാര്യത്തിൽ അല്ലാഹ് നീ ചോദ്യം ചെയ്യുമല്ലോ. അവരുടെ തലമുടി കാണിച്ചുകൊണ്ട് കോളേജിലേക്ക് പോയാൽ, അവരെ തലമുടി കാണിച്ചുകൊണ്ട് ക്യാമ്പസിലേക്ക് പോയാൽ, അവരങ്ങാടിയിലൂടെ കഴുത്തിൽ തട്ടമിട്ട് നടന്നാൽ, അവർ ആവശ്യമായ ചിന്താഗതികളിലൂടെ കടന്നുപോയാൽ, അനാവശ്യമായ കൂട്ടുകെട്ടിൽ കെട്ടുപെട്ടു പോയാൽ, അവരെങ്ങാനും വഴിപിഴച്ചു പോയാൽ, വാട്സപ്പിന്റെ മക്കളായി പോയി, മിസ് കോളുകളുടെ, അതേപോലെ തന്നെ കോളുകളുടെ മക്കളായി പോയി, അതേപോലെ യൂട്യൂബിന്റെ മക്കളായി പോയി.